എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഗവി യാത്രയെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ ചെങ്കരയ്ക്കടുത്തുള്ള അതിമനോഹരമായ തേയിലത്തോട്ടത്തിലാണ്. എന്നാൽ പിന്നെ നമുക്ക് പതുക്കെ പോയേക്കാം. പിന്നെ ഇവിടെ എല്ലാം അതെ തേയിലത്തോട്ടം, നല്ല അടിപൊളി തേയിലത്തോട്ടം. കൊളുന്തൊക്കെ നുള്ളാറായി നിൽക്കുക. പുതിയ ട്രാവലറിന്റെ ഗവി ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആറ്റിലൊന്നും വെള്ളമില്ല. ഇപ്പൊ കണ്ട ആറാൻ തോന്നുന്നല്ല, അരുവിയാന്ന് തോന്നുന്നു. പഴയ കല്ല് കെട്ടിയ ഒരു വീട്. ഇതുവരെ വന്ന വഴി പോലല്ല, ഇവിടെ ഇച്ചിരി വഴി മോശമാണ്. ഇതുവരെ നല്ല വഴിയല്ലായിരുന്നോ? അതെ. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ ചപ്പാത്ത്, ലെഫ്റ്റിലേക്ക് പോയാൽ ഏലപ്പാറ. അപ്പോൾ ചപ്പാത്തിനുള്ള വഴി ഇച്ചിരി മോശമാണെന്നാണ് ഇവിടെ എല്ലാ ആൾക്കാർ പറഞ്ഞ്. അപ്പോൾ നമുക്ക് നേരെ ഏലപ്പാറയ്ക്ക് പോയേക്കാം. അപ്പോൾ ഇതാണ് ശാന്തിപ്പാലം. റോഡ് എന്നാണെങ്കിലും നല്ല അടിപൊളിയാക്കി. നദിയെല്ലാം മറ്റി വരണ്ട് കിടക്കുക വേനലായതുകൊണ്ട്. പണ്ട് ഈ വഴിയൊക്കെ ഞാൻ വന്നിട്ട് ഒരു കല്ലേന്ന് ഒരു കല്ലേ കൂടെ ആയിരുന്നു പോകുന്നത്. അതൊക്കെ പോയിട്ട് കണ്ടോ, വഴി നല്ല ഹൈവേ പോലായി. ലെഫ്റ്റിലേക്ക് വണ്ടിപ്പെരിയാർ മ്ലാമല, വലത്തേക്ക് ഏലപ്പാറ, ഹെലിബെറിയ. ഞാൻ ഈ ഹെലിബെറിയ എന്നുള്ള പേര് ഇവിടെ അങ്ങനെ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല? ഇതൊക്കെ ഇവിടുത്തെ സ്ഥലപ്പേരാ. അവിടെ എസ്റ്റേറ്റ് ഉണ്ട്, എസ്റ്റേറ്റിന്റെ പേരാന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ പാലം കണ്ടപ്പോൾ ഓർത്ത് ഇനി വിശാലമായ റോഡായിരിക്കും. അപ്പം ഞാൻ ഹൈവേ പോലെയുള്ള വഴിയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ അത്രയുടെ ആ പാലം പണിതെടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങോട്ടും വഴി നല്ലതാ, വീതി കുറവാണ്. പാലം പണിതതിൻ്റെ ഭാഗമായിട്ട് അവിടെ നല്ല വീതിക്കാണ് പണിതേക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിലേക്ക് വരുന്നത്. നമ്മളിപ്പോൾ ഈ പോകുന്നത് പെരിയാർ നദിയുടെ തീരത്തൂടെ തന്നെയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ പെരിയാർ നദിയാണ് ഒഴുകുന്നത്. നദിയിൽ പാറക്കല്ലുകൾ മാത്രമേ ഉള്ളൂ, വെള്ളമൊന്നുമില്ല. മുല്ലപ്പെരിയാർ തുറന്നു വിട്ടാൽ ഇതിലെയാണ് വെള്ളം വരുന്നത്. ഇവിടെ കുറേ വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ ചെക്ക് ഡാം വല്ലതും ഉണ്ടോ, കെട്ടി നിർത്തിയേക്കുന്നതാണോ എന്നറിയില്ല. ഇവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇവിടെയൊക്കെ കുറേ റബ്ബറും കൃഷി ചെയ്തിട്ടുണ്ട്. പക്ഷെ റബ്ബർ അത്ര ഒരു ഇവിടുത്തെ ഈ കാലാവസ്ഥയ്ക്ക് പറ്റുന്നതാണെന്ന് തോന്നുന്നു. ഇതുണ്ട്, അക്കരെയൊക്കെ നിൽക്കുന്ന റബ്ബറാണ്. ഇടുക്കിയുടെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈഡെല്ലാം തേയില വെട്ടിവിട്ടേക്കുക. അവിടെ നല്ല കയവാണ്, അതാ വെള്ളം ഒഴുകാതെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് അത്. അപ്പം ഞാൻ അറിഞ്ഞ് അവിടെ വല്ല ചെക്ക് ഡാമോ ഉണ്ടോയെന്ന്, കൃഷിക്ക് വേണ്ടിയിട്ടേ കെട്ടിയിട്ടുണ്ടോയെന്ന്. ഇതുണ്ട്, താഴെ കൂടെ എല്ലാം വഴിയുണ്ട്, ചെറിയ വഴിയുണ്ട് ആറിൻ്റെ തീരത്തൂടെ. ഇത് മാർത്തോമ പള്ളിയാണ്, ഹെലിബെറിയ. നല്ല ചൂടാണ്. എന്താണെങ്കിലും ഹൈ റേഞ്ച് ആണെന്ന് പറഞ്ഞാലും നല്ല വെയിലാണ്. വൈകുന്നേരം മാത്രം ചെറിയൊരു തണുപ്പേ ഉള്ളൂ. എവിടാ വീടെടാ? വീടെടാ? മ്ലാമല. ഓക്കെ, ഉണ്ട്. എല്ലാവരും ഉണ്ട്. നമ്മളിപ്പം വന്ന വഴിയുണ്ടോ, ഒരു മലയുടെ സൈഡിൽ കൂടെ എങ്ങനെ കറങ്ങി വന്നേച്ച് അടുത്ത മലയിൽ കയറി. വെയിൽ കാരണമാണോ രണ്ടുപേരും ഗ്ലാസ്സൊക്കെ വെച്ചേക്കുന്നത്? ആ, ഇപ്പോഴും അതെ. വെച്ചപ്പോ വെയില് കാരണമെന്നാണെന്നാ ചോദിച്ചേ. ഞാൻ കേട്ട തേയില കാരണമെന്നാ. ഞാനതാ നോക്കിയത്. എവിടാ തേയിലെന്നോ? തേയില കാരണമാണോ നിങ്ങൾ ഗൂഗിൾ ഗ്ലാസ് വെച്ചത്? തേയിലയല്ലേ ഉള്ളൂ. താഴെ കൂടെ പെരിയാർ ഒഴുകുന്ന കണ്ടായിരുന്നോ? ഒഴുകുന്നില്ല കേട്ടോ. ശരിയാ, ഒഴുകാൻ വെള്ളമില്ല. പെരിയാർ കണ്ടു. ആ പാട്ടൊന്ന് പാടാവോ? പെരിയാറേ എന്നുള്ള ചേച്ചി പാടും. നസീർ പാടുന്ന സിനിമയ്ക്കകത്ത് ചേട്ടായുടെ സൗണ്ടിനാ നല്ല ചേരുന്നത്. അയ്യോ, കഴിഞ്ഞിടയ്ക്ക് ഒരു പാട്ട് പാടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വെറുതെ വേണ്ടാത്തൊന്നും പറയല്ലേ. അതെല്ലാം എസ്റ്റേറ്റ് ലയങ്ങളാണ് അങ്ങ് അകലെ കാണുന്നത്. ഇവിടുന്ന് നമുക്ക് ഇടത്തേക്കാ പോകണ്ടേ. ഇതിലൊക്കെ ഞാൻ ജീപ്പും കൊണ്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് ഓട്ടം വന്നിട്ടുണ്ട്. മുമ്പ് ഹെലിബെറിയാന്ന് ബോർഡ് കണ്ടില്ലായിരുന്നോ? ആ ഹെലിബെറിയാണ് ഇത്. ഹെലിബെറിയ എസ്റ്റേറ്റിന്റെ പേരാണ്, പക്ഷെ ഈ സ്ഥലം അങ്ങനെ തന്നെ അറിയപ്പെടുന്നത്. ഉണ്ടോ, ഈ ബിൽഡിംഗ് ഒക്കെ നോക്കി എത്ര പഴക്കമുള്ളതാണ്. കല്ല് കെട്ടിയ കെട്ടിടമാണ്. നമ്മളെ ഒരു ഫാമിലി മെമ്പറാ. എന്താ പേരെന്നാ? വിഷ്ണു. എവിടെ? ഇവിടെ തന്നെയാണോ? ഓക്കെ. ഇതുവഴി ഇപ്പം ബസ്സുണ്ടെന്ന് തോന്നുന്നു. അത് മുമ്പേ അതെ ബസ്സെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ ഹെലിബെറിയാന്ന്. ഉണ്ട്, ഇതിലെ ബസ്സുണ്ട്. ചപ്പാത്തി എത്തിയില്ല. ചപ്പാത്ത് പോവാതെ നമ്മൾ നേരെ ഏലപ്പാറയ്ക്ക് പോകുന്നത്. അതുകൊണ്ട് ചപ്പാത്തി എത്തിയല്ല. ചപ്പാത്ത് എന്ന് പറയുന്നത് ഇപ്പൊ അവിടെ പാലമാ, പെരിയാറിന് കുറുകെ. പണ്ട് അവിടെ ചപ്പാത്ത് എന്നാന്നറിയാവോ? പാലം എന്നാന്നറിയാവോ? അറിയാലോ. അപ്പൊ പാലത്തിന് അടിയിൽ കൂടെ വെള്ളം പോവും. തൂണാല പാലം നിൽക്കുന്നത്. ചപ്പാത്ത് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ്. ഇത് ചപ്പാത്ത് എന്ന് പറയാം. ഇതുണ്ടോ, അടിയിൽ കൂടെ വെള്ളം പോകത്തില്ല. അതേപോലെ ഒരു കയ്യാല കെട്ടി വെച്ചേക്കുന്ന കെട്ടി വെക്കും. ഈ ചപ്പാത്തിന്റെ മുകളിൽ കൂടെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഇതുണ്ടോ, ഇതിനും ചപ്പാത്ത് എന്ന് പറയും. കണ്ടോ,
അപ്പം അങ്ങനെ ചപ്പാത്തായിരുന്നു അവിടെ ഈ പെരിയാർ നദിക്ക് കുറുകെ. അപ്പം ചപ്പാത്തുള്ളപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വെള്ളം ചപ്പാത്തിന് മുകളിൽ കൂടെ കയറി ഒഴുകും. നല്ലപോലെ വെള്ളം വരുമ്പോൾ അന്ന് വണ്ടിയൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. വെള്ളം കയറി ഒഴുകുന്ന സമയത്ത് വണ്ടി പോകത്തില്ല. പിന്നെ വെള്ളത്തിൽ കൂടെ ഒക്കെ കടത്തിക്കൊണ്ട് പോകുന്ന എക്സ്പീരിയൻസ് ഉള്ളതായിട്ടുള്ള ഡ്രൈവർമാരായിരുന്നു. വലിയ വണ്ടിയൊക്കെ ബസ്സും ലോറിയൊക്കെ കടത്തി കൊടുക്കുന്നവർ തന്നെ ഉണ്ടായിരുന്നു. പണ്ട് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്. ഞാൻ ഒരു പ്രാവശ്യം ജീപ്പ് കൊണ്ട് നല്ല വെള്ളത്തിൽ ഇറക്കിയതാ. ആ കഥ ഓർക്കുന്നുണ്ടോ? അപ്പം അന്ന് അവിടെ ചപ്പാത്തായിരുന്നു. അപ്പൊ നല്ല വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ അതേ കൂടെ വണ്ടി പോകത്തില്ല. പക്ഷെ തൂണൽ ഇപ്പൊ പാലമായി കഴിയുമ്പോൾ ഈ വെള്ളം അടിയിൽ കൂടെ പോകുമല്ലോ. ഇപ്പൊ അവിടെ പാലമായി. അപ്പൊ ഈ ചപ്പാത്ത് ഉണ്ടായിരുന്നോണ്ട് ആ സ്ഥലത്തിന് തന്നെ ചപ്പാത്ത് എന്നാണ് അറിയപ്പെടുന്ന സ്ഥലം തന്നെ. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഈ ചപ്പാത്തൊക്കെ ഇട്ടേക്കുന്ന ആരായിരിക്കും ഇങ്ങനെ പേര്? അപ്പൊ ചപ്പാത്ത് തന്നെയാണോ? വേറെ എന്തേരം സ്ഥലങ്ങൾ അതുപോലെ ഇപ്പൊ കണ്ടു. ഓരോ സ്ഥലങ്ങളുമേ അവിടെ ഉള്ള ആൾക്കാര് പറഞ്ഞാണ് ആ പേര് അങ്ങനെ ആവുന്നത്. ഒരു അടയാളം പറയാൻ ഒരു സ്ഥലപ്പേര് വേണമല്ലോ. അങ്ങനെ പറയുന്നത് ഇതേ വേലപ്പാറ 5 കിലോമീറ്റർ. അതറിയത്തില്ല. വല്ല പഴമക്കാരോടും ചോദിക്കണം. ഏല ഉണ്ടായാലും കൂടുതലും തേയില അവിടെ ഉള്ള ഏലപ്പാറയില്. ഏല ഉള്ളവിടെ ഉണ്ടോ കേട്ടോ ഉള്ളിലേക്കൊക്കെ. ഇതും ചപ്പാത്ത കണ്ടോ? നമ്മളെ ഇപ്പൊ നല്ല ഹൈറ്റിൽ വന്നു കണ്ടോ. മലനിരകളെല്ലാം നമ്മുടെ താഴെ. അതെ, അവിടെ വലിയൊരു മല. അവിടെ ഒരു വീട്ടിലെ കൊറേ മൽബറിക്ക നിൽപ്പുന്നുണ്ടായിരുന്നു. മൽബറിയോ? മൽബറിക്ക ഉണ്ടായിരുന്നു. ഞങ്ങളതിനെ പൂച്ചപ്പഴം എന്ന് പറയുന്നത്. പൂച്ചപ്പഴോ? അതറിയത്തില്ല. പണ്ട് മുതലേ അങ്ങനെ കാരണവര് പറയുന്നു, ഞങ്ങളും പറയുന്നു. പൂച്ചപ്പഴം ഈ സൈഡല്ലേ ഏലത്തോട്ടങ്ങളാ. അതുകൊണ്ടായിരിക്കും കേട്ടോ ഈ പറഞ്ഞ പോലെ ഏലപ്പാറ എന്ന് പേര് വന്നേ. നമ്മള് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ കയറി കേട്ടോ. ഇവിടുത്തെ പൂക്കൾക്ക് നല്ല കളറാ. അത് ഈ കാലാവസ്ഥയുടെ ഇവിടെ തണുപ്പല്ലേ. ഈ സെയിം ഇത് നമ്മളവിടെ ചിലപ്പോ പിടിക്കില്ല. പിടിച്ചാൽ തന്നെ ഇത്ര കളറും ഇല്ല. നമ്മള് ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ പോകുമ്പോഴും ഒക്കെ പൂക്കൾക്കൊക്കെ ഭയങ്കര കളറല്ലേ. അതേപോലെ തന്നെ അതേ കാലാവസ്ഥ ഇവിടെ. അതുകൊണ്ടാ നമ്മള് നല്ല ഹൈറ്റിൽ വന്നു കണ്ടോ. മലനിരകളെല്ലാം താഴെ. ഏലപ്പാറ 3 കിലോമീറ്റർ. ഈ 3 കിലോമീറ്റർ നമ്മൾ ഏലപ്പാറ കയറുമ്പം കട്ടപ്പന കുട്ടിക്കാനം റോഡിൽ കയറും. ചപ്പാത്ത് ചെല്ലുകയല്ല, ചപ്പാത്തിന് മുന്നൽ വന്ന് കയറും. അതായത് കട്ടപ്പനയെന്ന് വരുമ്പോൾ ചപ്പാത്ത് കഴിഞ്ഞാണ് ഏലപ്പാറ. അപ്പം നമ്മൾ അതിലേ പോയിരുന്ന ചപ്പാത്തിൽ ഇറങ്ങിയിട്ട് വീണ്ടും ഏലപ്പാറ വന്ന് വേണമായിരുന്നു കുട്ടിക്കാനം വരാൻ. ഇപ്പം അതിന് മുന്നല്ലേ, കോട്ടയം റോഡിൽ അതിന് മുന്നലാണ് വന്ന് കയറുന്നത്. കുട്ടിക്കാനത്തിനോട് അടുത്തല്ലേ ഏലപ്പാറ എന്ന് പറയുന്നത്. അപ്പം അത്രയും കൂടെ മുന്നേ വന്ന് കയറും. ഇതൊരു കോഴിക്കാനമാണ്. കോഴിക്കാനം വേറെ ഉണ്ട് കേട്ടോ. വണ്ടിപ്പെരിയാർ ആ സൈഡിൽ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നില്ലേ, അവിടെ ഒരു കോഴിക്കാനമുണ്ട്. അല്ല, ഇവിടെ ഒന്നും ഈ പശുവിനെ കെട്ടിയിടുകയല്ല. കഴുത്താൽ കയറില്ലല്ലോ ഒറ്റ പശുവിൻ്റെ. ഇതൊക്കെ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ തന്നെ വീട്ടിലെത്തും. സെന്റ് പോൾ CSI ചർച്ച് കോഴിക്കാനം. 5 മണി ആയതേ ഉള്ളൂ. ഒരു മോഡലല്ലേ. സൺസെറ്റ് ഒന്നും ഇല്ലെന്നോ? അതെ. മഴ പെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. വേനൽ മഴയ്ക്കുള്ള സാധ്യതയാണ്. അതൊരു ലയവാ ഉണ്ടോ ആ ബിൽഡിങ്, പഴയ ബിൽഡിങ്. അല്ല, പുല്ലാണോ? ഷീറ്റിന്റെ മുകളിൽ പുല്ല് വളർന്നേക്കുന്ന വിജയപുരം രൂപത ഏലപ്പാറ കുരിശുമല. അവിടെ അങ്ങോട്ട് കയറിപ്പോയാൽ കുരിശുമല കയറിപ്പോ. വലിയ മലയായിരിക്കും. നമ്മൾ മുമ്പ് കണ്ടില്ലേ വലിയൊരു മല, അതായിരിക്കും. വാഗമണിലും ഉണ്ട്. ആ കാണുന്നതാണ് ഏലപ്പാറ ടൗൺ. അതുണ്ടോ ആ വഴിയുണ്ടോ? ഏലപ്പാറ കട്ടപ്പന റോഡാ അത്. ആ കാണുന്ന ആ കാറുകളൊക്കെ പോകുന്നത്. ഏലപ്പാറ ടൗൺ ഇത്രേ ഉള്ളൂ. ഈ വഴിയൊക്കെ ഇച്ചിരി വീതി കുറവാ. ഇവിടെ ഒന്നും ഇനി അധികം സ്ഥലമൊന്നുമില്ല വീതി എടുക്കാൻ വേണ്ടിട്ട്. ഇപ്പഴേ ഡീസൽ അടിക്കണം അല്ലേ? ഡീസൽ അടിക്കണം. മിന്നി തുടങ്ങി. ഏലപ്പാറ ഒരു പമ്പുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ കുട്ടിക്കാനത്തുണ്ട്, ഇല്ല പിന്നെ മുണ്ടക്കയത്തുണ്ട്. ഞാൻ ആ ഹെലിവറിയയിലേ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി അവിടെ നിർത്തിയപ്പോൾ അവിടെ ഇറങ്ങിപ്പോയി. അവിടെ 2 ചേട്ടന്മാരിപ്പുണ്ടായിരുന്നേ. അവരോട് ചോദിച്ചു, ഏലപ്പാറയ്ക്ക് എന്നാ ദൂരം ഉണ്ടെന്ന് ചോദിച്ചു. 5 കിലോമീറ്റർ ആണോ 7 ആണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഒരാൾ പറഞ്ഞ് 7 കിലോമീറ്റർ, ഒരാൾ പറഞ്ഞ് 5 കിലോമീറ്റർ. അപ്പം എത്ര ആണേലും അപ്പം അവർ തമ്മിൽ എന്നിട്ട് തർക്കമാണ്. 5 ഉള്ളെന്ന് ഒരാൾ പറയുന്നു, ഒരാൾ 7 ഉണ്ടെന്ന് പറയുന്നു. ഞാൻ പിന്നെ ലാസ്റ്റ് പറഞ്ഞു, ചേട്ടാ എത്ര ആണെങ്കിലും കുഴപ്പമില്ല, 5 അല്ലെങ്കിൽ 7 അത്രയല്ലേ ഉള്ളൂ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുട്ടിക്കാനം കട്ടപ്പന റൂട്ടിൽ വന്നു. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ കട്ടപ്പന, ലെഫ്റ്റിലേക്ക് പോയാൽ കുട്ടിക്കാനം, മുണ്ടക്കയം, കോട്ടയം. ഇവരെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സാ.
ഞങ്ങൾ ഗവി സത്രമൊക്കെ പോയി. ഇവിടുത്തെ ഒരേ ഒരു പമ്പേ ഉള്ളു. ഇതാ ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടുന്ന് വേണേ ഡീസൽ അടിച്ചോണ്ട് പോവാം. റിസർവ് ആയില്ലേ? ഈ ലെഫ്റ്റിലേക്ക് അതിലേ കയറുവോ? അടിക്കാൻ പാടാ. അല്ലെങ്കിൽ മുന്നോട്ട് എടുത്തിട്ട് ഇടത്തോട്ട് ചേർത്തേ. ഇങ്ങനെ നേരെ നിർത്തിയല്ലേ എത്തുമോ? റിവേഴ്സ് അങ്ങ് എടുത്താൽ മതി. ചേട്ടൻ മുന്നോട്ട് കയറ്റി നിർത്തി അങ്ങനെ ഒടിഞ്ഞു വരുമോ? വലത്തോട്ട് ഒടിച്ചു നോക്കിയല്ലേ? ചെറിയ പമ്പ, പഴയ പമ്പ. ഓട്ടെ ഇങ്ങോട്ട് നേരെ ആക്കി പോരെ. അങ്ങനെ ചെറു കയറി പോട്ടെ. ഇല്ല അവിടെ നിർത്തിയാൽ മതി. എന്നിട്ട് റിവേഴ്സ് എടുക്കാം മതി. അപ്പൊ ഇതേ ടാങ്കിയൊക്കെ തുറന്നു കൊടുക്കാൻ കിളി വന്നിട്ടുണ്ടല്ലോ. അതെ, ഞാൻ അവിടെ താക്കോല് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ബോക്സിന്റെ അകത്തായിരുന്നു. ഇതന്നെ ഈ കിളി ഇറങ്ങി വന്നത് എന്തിനാ? ഞങ്ങള് സ്കോർപിയോയിലേക്ക് പോവാ. അത് ശരി. പമ്പയിൽ നിന്ന് പുതിയ ഡ്രൈവറെ കിട്ടി. കുട്ടിക്കാനം 8 കിലോമീറ്റർ, കോട്ടയം 81 കിലോമീറ്റർ. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ വാഗമൺ 15 കിലോമീറ്റർ. ഇത് ഏലപ്പാറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ഇവിടുന്ന് നമുക്ക് വേണേ റൈറ്റിലേക്ക് പോയാൽ വാഗമണ്ണ്, നേരെ പോയാൽ കുട്ടിക്കാനം. നമുക്ക് വേണ്ട ഇതിലെ നേരെ പോയാൽ മതി. ഇതാകുമ്പോൾ നല്ല വഴിയില്ലേ? വാഗമൺ വഴി മോശമൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് വാഗമണ്ണ് വരെ 15 കിലോമീറ്റർ ഇച്ചിരി ചെറിയ വഴിയാണ്. അപ്പം ഇനി നല്ല വഴി കൂടെ KK റോഡിൽ കൂടെ നമുക്കങ്ങ് പോവാം. മുകളിലേക്ക് നോക്കിയാൽ കോടയൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങി ചെറുതായിട്ട്. ആ വെയിലങ്ങ് മാറിയപ്പോൾ തന്നെ ചെറുതായിട്ട് തണുപ്പ് വീഴാൻ തുടങ്ങി. മഴക്കാറുണ്ട്. അപ്പൊ ഇതാണ് ഏലപ്പാറ കേട്ടോ സൂര്യ. ഒരു ദിവസം ഞാനിവിടെ വന്നിട്ടുണ്ട്. ആണോ? ഏട്ടാ ഒരു വണ്ടിയായിട്ട് ലോഡ് ഇറക്കാൻ വന്നില്ലേ ഇവിടെ? ശരി. അത് കുട്ടിക്കാനത്തല്ലേ? ആദ്യത്തെ ലോറി യാത്രയായിരുന്നു അത്. അതെ അല്ലേ? എന്നാ അടിപൊളി തേയിലത്തോട്ടങ്ങളാന്ന് നോക്കിയേ. തിക്കായിട്ടല്ലേ? ഏലപ്പാറ പശുപ്പാറ സ്ഥലപ്പേരാ കേട്ടോ. ഇവിടത്തെയോ? ഏലപ്പാറ കുറച്ചങ്ങ് കയറി പോണം. ഇവിടെ ഒന്ന് നിർത്താണല്ലേ നമുക്ക് താഴേക്ക് നോക്കിയാൽ വാഗമണ്ണ് പോകുന്ന വഴി കാണും. അതെ, വഴി കണ്ടിട്ട് പോവാം. നല്ല രസം ഇവിടെ നോക്കിയാ. അതെ, ഇങ്ങോട്ട് നോക്കിയേ. കണ്ടോ? വാഗമണ്ണ് പോകുന്ന വഴിയാ അത്. തൈഫോയ്ഡ് ടീ തൈറോയ്ഡ് അല്ല, തൈഫോയ്ഡാണ്. കട്ടപ്പന കുട്ടിക്കാനം റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് പണിതു. അത് നിങ്ങൾ കണ്ട് ഇതേ പോവാ അല്ലേ? ഇതാണ് മേമല. അപ്പോൾ അതെ സന്ധ്യ ആയപ്പോഴത്തേക്കും കോട ഇറങ്ങാൻ തുടങ്ങി. വലിയ കനമില്ല, ചെറുതായിട്ടേ ഉള്ളൂ. ഇപ്രാവശ്യം ഏതായാലും നമ്മൾ ശരിക്കും ഏറ്റുമാനൂരിൽ നിന്ന് എരുമേലി വന്ന് കണമല വന്ന് ആങ്ങമൂഴി വഴി കയറി ഗവി പോയി പെരിയാറ്റിലിറങ്ങി. ഇതിന് ശരിയാ. അതെ, ഇടയ്ക്ക് പമ്പയിലേക്ക് പോയി പമ്പയൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് മറ്റേ നിലയ്ക്കൽ പള്ളിയിൽ സ്റ്റേ ചെയ്തു. അടുത്ത ദിവസം രാവിലെ അവിടുന്ന് നേരെ നമ്മൾ ഗവി വഴി വണ്ടിപ്പെരിയാർ ഇറങ്ങി. അന്ന് വണ്ടിപ്പെരിയാറിൽ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ നേരെ നമ്മൾ സത്രം പോയി അതിലെ ഒക്കെ ഒന്ന് കറങ്ങി അന്ന് സത്രത്തിൽ സ്റ്റേ ചെയ്തു. അതിനുശേഷം സത്രത്തിൽ നിന്ന് നേരെ വീണ്ടും പെരിയാർ വന്നിട്ട് പിന്നെ വാളാടിയിൽ നിന്ന് നേരെ നമ്മൾ മൂങ്കിപ്പള്ളം ചെങ്കരയൊക്കെ വന്ന് മൂങ്കിപ്പള്ളം അല്ല മൂങ്കലാറ് ചെങ്കരയൊക്കെ വന്ന് നേരെ നമ്മൾ വന്ന് ഏലപ്പാറ ചാടി. ഇനി ഏലപ്പാറ നേരെ കുട്ടിക്കാനം, മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, പാല, ഏറ്റുമാനം. അതെ, ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഇനിയും അതുകൊണ്ട് നല്ലപോലെ അവിടെ പോയി 1-2 ദിവസം സ്റ്റേ ചെയ്യണം. മഴ സമയത്തായിരിക്കണം. മഴ തുടങ്ങി കഴിയുമ്പോൾ നല്ല മഴയുള്ള സമയത്ത് വേണം. അപ്പം അങ്ങനെ ഇതൊരു എന്നാ പറയുന്നത്, കുറച്ച് ദൂരം കിലോമീറ്റർ അധികം ഓടിയില്ലെന്ന് പറഞ്ഞാലും ഒരു നല്ലൊരു ട്രിപ്പായിരുന്നു. കുറേ ദിവസം കൊണ്ട് ഒരു 4-5 ദിവസം നമ്മളെന്നാ വീട്ടിൽ നിന്ന് ദൂരം നോക്കിയാൽ ഒരു 125 കിലോമീറ്ററിനകത്തുള്ള ചുറ്റിയുള്ളൂ. കുറെ പക്ഷെ കറങ്ങി ഇങ്ങനെ വന്നു. കുറെ എല്ലാം നല്ല സ്ഥലങ്ങളല്ലായിരുന്നു. അമ്മയ്ക്കും കുഴപ്പമില്ലായിരുന്നു. അധികം തണുപ്പൊന്നും ഇല്ലായിരുന്നു അല്ലേ അമ്മേ? ഓ 100 150 കിലോമീറ്റർ ഓടിക്കും. എല്ലാം കൂടെ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ഒരു 250-300 കിലോമീറ്റർ ഓടുമായിരിക്കും. അത്രേ ഉള്ളൂ. നല്ല റൂട്ടായിരുന്നു. ഈ റൂട്ടൊക്കെ ഒത്തിരി വർഷങ്ങൾ മുമ്പ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 25-30 വർഷം മുന്നേ വന്നിട്ടുള്ള റൂട്ടുകളാണ്. റോഡ് ഇല്ലാഞ്ഞ സമയത്ത് ജീപ്പും കൊണ്ട്. അത് കമ്പംമെട്ടിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന വണ്ടിയാണ്. ഈ കമ്പവും കമ്പംമെട്ടും ഒന്നാണോ? ഒന്നല്ല. കമ്പം എന്ന് പറയുന്നത് താഴെ അടിവാരം,
കമ്പംമെട്ട് എന്ന് പറയുന്ന ബോർഡർ. ഈ ബോർഡറിൽ നിന്ന് കുറേ മല ഇറങ്ങി താഴെ ചെല്ലുന്നിടമാണ് കമ്പം. കമ്പംമെട്ട് എന്ന് പറയുന്ന കേരളം തമിഴ്നാട് അതിർത്തിയാണ് കമ്പംമെട്ട്. കമ്പം തമിഴ്നാടാ. അപ്പൊ ഇത് ഒരു 13 കിലോമീറ്റർ ഇറങ്ങി ചെല്ലുന്നിടത്താണ് കമ്പം. മലയുടെ മുകളിലുള്ള സ്ഥലമാണ് കമ്പംമെട്ട്. ഇതാണ് പള്ളിക്കുന്ന്. ഇവിടെ ഒരുപാട് വർഷം മുന്നേ സ്ഥാപിച്ചൊരു പള്ളിയൊക്കെ ഉണ്ട്. ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച പള്ളിയാണ്. ഇവിടെയോ? ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ബ്രിട്ടീഷ് സെമിത്തേരി കണ്ടോ? 1869 അങ്ങോട്ട് നോക്കിയാ നല്ല രസം. അത് ഇനിയിപ്പോ നമുക്ക് പിന്നെ കയറാൻ തോന്നുന്നു. പിന്നെ ഒരു ദിവസം ആയിരിക്കോട്ടെ. ഈ വഴി നന്നായപ്പോഴേ നല്ലൊരു സുഖമായി. അല്ലെങ്കിൽ ഈ വഴി ഇത്ര വീതിയൊന്നും ഇല്ലായിരുന്നു, ചെറിയ വഴിയല്ലായിരുന്നു. പിന്നെ നല്ല ടാറിങ് ഒന്നും അല്ലായിരുന്നു. കുട്ടിക്കാനം അടുക്കാറായി നമ്മൾ. കുട്ടിക്കാനം പിന്നെ എപ്പോഴും കോടമഞ്ഞുള്ള നല്ലൊരു അടിപൊളി ഒരു സ്ഥലമാണ്. അതുകൊണ്ടോ നല്ല മഞ്ഞ ഇറങ്ങി. നല്ല മഞ്ഞ കേട്ടോ. ഇത്രയും വേനലിൽ ഇവിടെ നല്ല മഞ്ഞുണ്ട്. ഏതൊക്കെയായാലും കുഞ്ഞിക്കിളി ചോദിക്കുക നമുക്കിന്ന് ഇവിടെ കിടന്നാലോ ഒന്ന് മഞ്ഞ് കണ്ടപ്പോഴത്തേക്ക്. ദേവികുളം ഇടുക്കി കട്ടപ്പന. ദേവികുളം 117, ഇടുക്കി 59, കട്ടപ്പന 40 കിലോമീറ്റർ. ഇവിടുന്ന് ആ വലത്തേക്ക് പോയാൽ കുമളി തേക്കടി. നമ്മൾ നേരെ കോട്ടയം റൂട്ടിൽ മുണ്ടക്കയം റൂട്ടിലേക്ക് പോകണം. ഇതാണ് കുട്ടിക്കാനം ജംഗ്ഷനായത്. പണ്ടൊന്നും ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ അതൊക്കെ പോയിട്ട് ഇവിടെയൊക്കെ ഭയങ്കര ഡിമാൻഡായി ഈ സ്ഥലങ്ങൾക്കൊക്കെ. ഇവിടെയൊക്കെ നല്ല മഞ്ഞ. ഒത്തിരി വർഷങ്ങൾക്ക് പണ്ട് ജീപ്പും കൊണ്ടൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്നുമില്ല, ഭയങ്കര കട്ട മഞ്ഞായിരുന്നു ഇവിടെ. വഴിയൊന്നും ഒട്ടും കാണത്തില്ലാത്ത പോലെ. അപ്പോൾ പിന്നെ അത്രയൊന്നും മഞ്ഞ് ഉണ്ടാവാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു ഹിൽ സ്റ്റേഷനാണ് ഈ കുട്ടിക്കാനം. ഇവിടെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട്. മിക്കവാറും സമയം വൈകുന്നേരങ്ങളിൽ ഇതുപോലെ കോടമഞ്ഞ ഇവിടെ ഉണ്ടോ. എന്നാ മഞ്ഞാന്ന് നോക്കിയേ, നല്ല കട്ടി മഞ്ഞ. നമുക്കൊരു ചായ കുടിക്കുന്നോ കടുങ്കാപ്പി വെക്കുന്നോ. മഞ്ഞൊക്കെ മുകളിലായിരുന്നു, താഴോട്ട് മഞ്ഞ് കുറവായിരിക്കും കേട്ടോ. കട്ടണെങ്കിൽ കട്ടൻ. കുഞ്ഞിക്കിളി അവിടുത്തെ മഞ്ഞ് കണ്ടപ്പോൾ കുഞ്ഞിക്കിളി പറഞ്ഞേ നമുക്ക് ഇന്ന് ഇവിടെ കിടന്നാലോ എന്ന്. അന്നേരം മുത്ത് പറഞ്ഞേ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. കൈ കാണിച്ചെന്ന് ഓരോന്ന് ഇങ്ങനെ നോക്കും, എല്ലാം പെർഫെക്റ്റ് ആയിട്ട്. നിങ്ങൾ നല്ലൊരു ഡയറക്ഷൻസാണ് മറ്റുള്ളവർക്ക്. കാരണം ജലജയാണ് റെനി. എന്റെ വൈഫിന്റെ പേര് റെനി എന്നാ. രണ്ടുപേരുടെ പേര് റെനി എന്നാണ്. അത് കൊള്ളാം. ഞാനായി ലോറി പല പ്രാവശ്യം 14 മണി പോയിട്ട് പഞ്ചാമേലി തൂക്കാൻ കയറത്തില്ലേ, പോകുമ്പോ അന്നേരം വിട്ടുവരാൻ നോക്കും, പക്ഷെ കിട്ടത്തില്ല. ഇവിടെ നല്ല ശുദ്ധമായ വെള്ളമുണ്ട്. പക്ഷെ പരിസരമല്ല ഇപ്പം സൂക്ഷിക്കാതെ മൊത്തം നാശമായി കിടക്കുക. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇത് പണ്ട് തൊട്ടുള്ളതാണ്. ഇതിലെ വരുന്ന ലോറിക്കാരൊക്കെ ഇവിടെ നിർത്തി വെള്ളം എടുക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്തോണ്ടിരുന്നത്. അതെ, ഇവിടെ വരെ വെള്ളമുണ്ട്. ഇതല്ലേ കപ്പിയൊക്കെ ഉണ്ടായിരുന്നു. കപ്പിയുണ്ട്, തൊട്ടി ഉണ്ടായ വെള്ളം കോരാ, നല്ല വെള്ളം. ഓസ് ഇട്ടിട്ടുണ്ട്. ഇപ്പം പിന്നെ പണ്ട് ചൂടായി വരുന്ന വണ്ടി തണുപ്പിക്കാനൊക്കെ വെള്ളം ഒരു ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആരും ഉപയോഗിക്കാതെ കിടന്ന് ഇതേ പോയി. പിന്നെ ഇവിടെ എല്ലാം പരിസരം എല്ലാം ഭയങ്കര വരുന്നവരെല്ലാം വേസ്റ്റ് എല്ലാം കൊണ്ടുപോയിട്ട് ഒരു പരിപാടി. കടുങ്കാപ്പിയോ? എന്നാ കടുങ്കാപ്പി വെച്ചേക്കാം. ഓ, കാലം എൻ്റെ തൊട്ട് തലേ വെക്കുന്നു. നമ്മളാരുടെയും കാലത്ത് മൂത്തോറുടെ കാലം. അതെ അതെ, എന്നെക്കാട്ടി മൂത്താ. അനിയനാണല്ലേ എന്നെക്കാട്ടി മൂത്താ. എവിടെ പോയോ? ഇവിടാണ് പഠിക്കുന്നേ. ഇതെന്റെ ക്ലാസ്മേറ്റ് കേട്ടോ, മനു. ഞങ്ങള് ചുമ്മാ പിന്നെ ഗവിയൊക്കെ പോയിട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നാ. അപ്പോൾ ഇന്ന് രാജേഷിന്റെ കടുങ്കാപ്പി. മധുരം കുറച്ച് മതി കേട്ടോ. അല്ലല്ലേ ഈ പഞ്ചസാരക്ക് മധുരം കുറവാ. പഞ്ചസാരക്ക് മധുരം കുറവാണോ? അതുകൊണ്ട് കൂടുതൽ ഇടല്ലെന്നാ പറഞ്ഞു. എനിക്ക് കപ്പല് മതിയായിരുന്നു. 3 കപ്പുണ്ട്. താഴേക്കും മഞ്ഞുണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല, താഴോട്ടും മഞ്ഞുണ്ട്. ഞാൻ ഒത്തിരി വർഷം മുന്നേ 90, 92, 93 ഒക്കെ വരുമ്പോൾ ഈ കുട്ടിക്കാനം എന്ന് വന്നാലും ഉണ്ടല്ലോ എപ്പോഴും മഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വണ്ടി പോലും കാണത്തില്ല, അതുപോലെ മഞ്ഞായിരിക്കും കട്ടിക്ക്. അതൊക്കെ പോയിട്ട് ഇപ്പം അത്രയൊന്നും ഇല്ല. വാൽപ്പാറയിലുണ്ടായ അപകടം പോലെ തന്നെ ഇവിടുന്ന് പണ്ട് ഒരു ലോറി താഴേക്ക് പോയതാ. ഞാൻ ഇതിലെ വരുമ്പോൾ മിക്കവാറും പറയാറുണ്ട്. ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്. ദാമിക്കുട്ടി ഓർക്കുന്നുണ്ട്. വാൽപ്പാറയിലെ അപകടം വല്ലാത്തൊരു അപകടം. അതെ അതെ, എത്ര പേരാ. സങ്കടകരമായിപ്പോയി. അത് കരിക്കും കൊണ്ട് പമ്പയ്ക്ക് വന്ന ഒരു വണ്ടിയായിരുന്നു, തമിഴ്നാട് വണ്ടി. അത് പിന്നെ മയങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു. അത് ബ്രേക്ക് പോയാണോ എങ്ങനെയാണെന്ന് അറിയില്ല. ഇത്രയും മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നു. ആ വണ്ടിയെല്ലാം പീസ് പീസായി പോയി. നമ്മള് വന്നപ്പോഴല്ലേ കണ്ടേ? നമ്മളൊരു ട്രിപ്പ് എവിടെയോ പോകാനായിട്ട് ഇതുവഴി വന്നപ്പോഴാണ് കാറിന് വന്നപ്പോ കണ്ടു. എല്ലാം പീസ് പീസായി പോയി വണ്ടി.
ആ ആളും മരിച്ചുപോയി, രണ്ടുപേരുണ്ടായിരുന്നു, ഡ്രൈവറും ക്ലീനറും ഉണ്ടായിരുന്നു, രണ്ടുപേരും മരിച്ചുപോയി. അവിടുന്ന് നേരെ താഴേക്ക് പോന്നിട്ട് ഇതുണ്ട് ഈ ഭാഗത്താണ് വന്നത്. ആ വണ്ടി വരുന്നിടത്ത് നല്ല കുഴിയാണ്. ഇറങ്ങുമ്പോൾ നേരെ വണ്ടി വിട്ടിങ്ങി പോരുക ചെയ്യുന്നത് എല്ലാവരും ചെറിയ ഗിയറിൽ തന്നെ. പക്ഷേ ഗിയർ ഡൗൺ ചെയ്ത് എഞ്ചിൻ ബ്രേക്കുള്ള വണ്ടിയാണ്, എഞ്ചിൻ ബ്രേക്കൊക്കെ ഇട്ട് പതുക്കെ ഇറക്കം തുടങ്ങുന്നിടത്തേ പതുക്കെ വേണം വരാൻ. അങ്ങനെയാണല്ലേ താഴെ ചെല്ലുമ്പോഴത്തേനും വീല് ചവിട്ടി ചൂടാവാതൊക്കെ ഇരിക്കുകയുള്ളൂ. ആവശ്യത്തിന് മാത്രം ബ്രേക്ക് ഉപയോഗിക്കുക. ആവശ്യത്തിന് മാത്രമെന്ന് പറഞ്ഞാൽ കണ്ടമാനം ചവിട്ടുകയും പെട്ടെന്ന് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും വീണ്ടും സ്പീഡ് കൂട്ടുകയും അങ്ങനെ ചെയ്യരുത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. പിന്നെ വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസ്, വെള്ളമില്ലാത്തപ്പോൾ പിന്നെ ഇവിടെ വാട്ടർഫാള്, വെള്ളമില്ലാത്ത വാട്ടർഫോൾസ്. ഇവിടെ വെള്ളം കൂടെ ഉള്ളപ്പോൾ ആ കടക്കാർക്കൊക്കെ നല്ല കച്ചവടം കിട്ടും. എന്നു വെച്ചാൽ വെള്ളച്ചാട്ടം കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ നിൽക്കും. ഇടത്തേക്ക് പാഞ്ചാലിമേട്, പാഞ്ചാലിമേടും ഒക്കെ മഴക്കാലത്ത് പോയാൽ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാം ഉണങ്ങിയൊക്കെ കിടക്കായിരിക്കും. ഇവിടെ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട്, മുറിഞ്ഞപുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ. അപ്പം ഇതാണ് മുറിഞ്ഞപുഴ. ഇത് ഇവിടുന്ന് ഈ ലെഫ്റ്റിലേക്കുള്ളതാണ് പാഞ്ചാലിമേടിനുള്ള വഴി. ഇത് 4.5 കിലോമീറ്റർ മാത്രം. മുറിഞ്ഞപുഴ ഞാൻ ഒരിക്കലും മറക്കില്ലാത്ത ഒരു കാര്യവും കൂടെ ഉണ്ട്. പണ്ടങ്ങാണ്ട് തൊളുകയും നാരായണയും കൊണ്ട് ഓട്ടം വന്നതല്ലേ ഇവിടെ? ഓട്ടം വന്ന അതിനാന്ന് വെച്ചാലേ അന്യാർത്തുള്ള കടയുള്ളപ്പം ഒരു പെട്രോൾ ജീപ്പ് ഉണ്ടായിരുന്നു, KLA 510, അത് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പം അതിൽ ആദ്യം ഒരു ലോങ് ട്രിപ്പ് വരുന്നതാണ് മുറിഞ്ഞപുഴയ്ക്ക്. അത് തന്നെ. അത് നമ്മുടെ കടയിൽ പാല് തന്നുകൊണ്ടിരുന്ന ഒരു തോമാച്ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ആരോ മരിച്ചുപോയി. അപ്പം അന്നേരം വണ്ടി വിളിച്ചു. അപ്പം നമ്മുടെ പഴയ നാഗപ്പനില്ലേ, നാഗപ്പനാണ് ഡ്രൈവർ. എനിക്ക് ലൈസൻസ് ഒന്നും ഇല്ലെന്ന്. അപ്പം അങ്ങനെ ടാക്സി ഓടിക്കുന്നില്ല, കിളിയായിരുന്നു. പുള്ളി ആ ചേട്ടൻ വന്ന് വെച്ച് പറഞ്ഞു ഇന്നപോലെ മുറിഞ്ഞപുഴ വരെ ഒന്ന് പോകണം. അപ്പം ഈ മുറിഞ്ഞപുഴ ഒന്നും എനിക്ക് അറിയത്തുമില്ല ശരിക്കും പറഞ്ഞ കാര്യം. മുണ്ടൊക്കെ കോരത്തോട്ടിലായിരുന്നു പറഞ്ഞാൽ ഈ ഇടയ്ക്കുള്ള ചെറിയ സ്ഥലമായതുകൊണ്ട് അറിയത്തില്ലായിരുന്നു. അപ്പം നാഗപ്പൻ വന്ന് എന്നോട് പറഞ്ഞു, ഒരു ലോങ് ഓട്ടം കിട്ടിയിട്ടുണ്ട്, നമുക്ക് പോയേക്കാം, പോരാൻ പറഞ്ഞു. പോയേക്കാന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഈ വണ്ടിയും കൊണ്ട്, എനിക്ക് തോന്നുന്ന ഒരു 90-91 സമയത്താണ് ഞങ്ങൾ രണ്ടും കൂടെ, അവരെയും ആ ചേട്ടനെയും കയറ്റി ചേച്ചി ഉണ്ടായി, ഇവർ രണ്ടുപേരെ ഉള്ളായിരുന്നു തോന്നുന്നു, നേരെ മുറിഞ്ഞപുഴയ്ക്ക് വന്നു. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത്, മഞ്ഞും മഴയും തണുപ്പും. എന്നിട്ട് അവിടെ കൊണ്ട് അവിടെ പള്ളിയുണ്ട്, പള്ളിയിൽ കൊണ്ട് വിട്ടിട്ട് ഞങ്ങൾ എന്നിട്ട് അവിടെ ഇട്ട് വണ്ടിയൊക്കെ കഴുകുകയൊക്കെ ചെയ്തു. ജീപ്പ്. അപ്പൊ ജീപ്പയിലുള്ള ആദ്യത്തെ ലോങ് ട്രിപ്പ് ആയിരുന്നു അന്യാർത്തുള്ള ടു മുറിഞ്ഞപുഴ. ഞാൻ ലോറിയിൽ ഏറ്റവും കൂടിയ ലോങ് ട്രിപ്പ് പോയത്. അതിപ്പോ ഞാനും അതെ ലോറിയെ തന്നെയാ. ലോറിയിലും അല്ല, ലോറിയെ തന്നെ എന്ന് പറയാൻ പറ്റില്ല, കാരവനിലും പോയില്ലേ. അതെ, അതുകൊണ്ട് ഞാനും അത് മറക്കത്തില്ല. എന്റെ ഫസ്റ്റ് ലോങ് ട്രിപ്പ് ഏറ്റുമാനൂർ ടു കാശ്മീർ, ശ്രീനഗർ. ഇതിപ്പോ കണ്ടോ, 3rd ഗിയറിലാണ് ഇറങ്ങി പോകുന്നത്. എഞ്ചിൻ ബ്രേക്ക് കൂടെ കൊടുത്താൽ ബ്രേക്ക് അധികം ഉപയോഗിക്കുകയേ വേണ്ട, ആവശ്യമില്ല. ചെറുതായിട്ട് സ്പീഡ് കൂടുമ്പോൾ ഒന്ന് ചവിട്ടി കൊടുത്താൽ മതി. പക്ഷേ ഈ ചെറുവണ്ടി ഒന്നും ഓടിക്കുന്നവരൊന്നും അങ്ങനെ അത്രയൊന്നും നോക്കുന്നില്ല. ചുമ്മാ അങ്ങ് വിട്ടു പോവാ, എന്നിട്ട് കണ്ടമാനം ചവിട്ടും. അത് എല്ലാവരും ഇപ്പം തർക്കം, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് എന്താ, എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അപകടം ഉണ്ടായത്. തീർച്ചയായിട്ടും അതിനൊരു 99% അതിന് തന്നെയാണ് സാധ്യത. കാര്യം എന്താണെന്ന് വെച്ചാൽ പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇപ്പം ഇതാണ് പുല്ലുപാറ. പണ്ട് ഞാൻ പറഞ്ഞില്ല, ഇവിടെ എല്ലാം ഈ ചെറിയ കടകളിലെല്ലാം ഓരോ ബാറിലും വെച്ചിട്ട് ഒരു പൈപ്പ് വിട്ടേക്കും വെള്ളം. താഴെ നിന്ന് കയറി വരുന്ന വണ്ടികളൊക്കെ ഇവിടെ നിർത്തി, ചൂടായി വരുന്ന വണ്ടികളൊക്കെ വെള്ളം ഒഴിച്ച് തണുപ്പിച്ചിട്ടായിരുന്നു പോകുന്നത്. ഒത്തിരി കാലം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പം അതില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല എടുത്ത് കളഞ്ഞു. ഇപ്പോഴേ ഈ വെക്കേഷൻ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. എത്ര വണ്ടി, എന്ത് വണ്ടിയാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ നല്ല വണ്ടിത്തിരക്കുണ്ട്. ഇതുണ്ടോ ഒരു തടിവണ്ടി പോകുന്നുണ്ടോ, കുഞ്ഞൊരു വണ്ടി. താഴത്തെ ആ മലനിരകളെല്ലാം മഞ്ഞു മൂടി. നമ്മൾ ചുരം ഇറങ്ങിയത് താഴെ വന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ ഉണ്ട്. ഇതാണ് പെരുവന്താനം, കുറച്ചുകൂടെ ഇറങ്ങാനുണ്ട്. അപ്പം നമ്മൾ കൊടികുത്തി കഴിഞ്ഞു. കൊടികുത്തി ഇവിടെ ഒരു കാളച്ചന്തയുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം കണ്ടുള്ളത്. മാട്ടുച്ചന്ത, കാളച്ചന്ത എന്ന് പറയുന്നത് ശരി, കാളയാണ് കൂടുതലും. പണ്ട് ഓർക്കുന്നുണ്ട്, ഇതിൽ ഈ വഴിക്കെല്ലാം ഈ തമിഴ്നാട്ടിൽ നിന്നെല്ലാം കാളയെല്ലാം നടത്തിക്കൊണ്ടായിരുന്നു വരുന്നത്. ഇതിലേ വരുമ്പോൾ എല്ലാം റോഡ് നിറഞ്ഞ് മാടുകൾ വഴിവായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ആ, ഒത്തിരി കാലം മുമ്പാ. അന്നൊന്നും അധികം വണ്ടികളില്ലായിരുന്നു, അതുകൊണ്ട് മാടിനെയൊക്കെ റോഡെ നടത്തിക്കൊണ്ട് വരായിരുന്നു. അന്നും റോഡിന് ഇത്രയും വീതിയൊക്കെ ഉണ്ടായിരുന്നു. ആ താഴെക്കൂടെ പോകുന്ന വഴിയാണ് നമ്മുടെ വള്ളിയാങ്കാവ് പോകുന്നത്. ഇതിലെ ഈ തോട്ടത്തിനകത്തൂടെ ഒരു 10-15 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു വള്ളിയാങ്കാവിന്. അപ്പം ആ വഴി വള്ളിയാങ്കാവ് മാത്രമല്ല, പാലൂർക്കാവ്, തെക്കേമല എല്ലാം പോകുന്ന റൂട്ടാണ്. ഇത് ഇവിടുന്ന് തിരിഞ്ഞു പോകും. നമ്മളിത് ഇറക്കമെല്ലാം ഇറങ്ങി താഴെ എത്തി. 35 മൈൽ. 35 മൈൽ പോലീസ് സ്റ്റേഷനാണ്. അത് പെരുവന്താനം പോലീസ് സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ 35-ലാണ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ മുണ്ടക്കയം എത്തി. ഇവിടുന്ന് കോരത്തോടിനുള്ള പഴയ വഴിയായത്. ഇതിലേ പോയാൽ എരുമേൽ റൂട്ടിലോട്ടും കോരത്തോട് റൂട്ടിലേക്കും ഒക്കെ ചെല്ലും. പണ്ട്
ക്രോസ് വേ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു തടിപ്പാലം വരുന്നു. തടിപ്പാലം കഴിഞ്ഞ് ഇപ്പോൾ കോൺക്രീറ്റ് പാലം കേട്ടോ. അതെ, മണിമലയാറ് വെള്ളമില്ല. അതെ, അത് കോരത്തോണ്ടുള്ള വഴിയാ ബസ് പോകുന്ന വഴി. തടിപ്പാലം ഓർക്കുന്നുണ്ടോ? തടിപ്പാലം അങ്ങനെ നല്ലപോലെ ഓർക്കുന്നൊന്നുമില്ല. ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ ആ പാലത്തെ കൂടെ പോയതൊക്കെ ഓർക്കുന്നുണ്ട്. ഒത്തിരി ചെറുപ്പത്തിലാണ് ഞാൻ ഓർക്കുന്നത്. ഒരു വണ്ടി പോകാനുള്ള വീതിയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ മുണ്ടക്കയം എത്തി. അപ്പോൾ ഇനി മുണ്ടക്കയത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, പാലാ, ഏറ്റുമാനൂർ. അപ്പോൾ ഇത് നമ്മൾ കാഞ്ഞിരപ്പള്ളി എത്തി. കാഞ്ഞിരപ്പള്ളി പേട്ടക്കവല. അങ്ങോട്ട് നമ്മൾ ഇവിടുന്ന് ഇതിലേ തിരിഞ്ഞാ സൂര്യ എരുമേലിക്ക് പോയത്. ഇപ്പം നമ്മൾ കണ്ടോ, ഇപ്പം കറങ്ങി ഇങ്ങനെ വന്നു. അപ്പം പൊൻകുന്നം എത്തി. അപ്പം നമ്മൾ അങ്ങോട്ട് പോയ ഇതിലായിരുന്നു, പാലാ വഴിയല്ല. ഇതിലെ ആ കാറ് വരുന്ന ആ വഴിക്കുന്നാണ് നമ്മൾ വന്നത്. കേക്കരോട് നിന്ന് കോട്ടയത്ത് നിന്ന് വന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞത് പാലായി കൂടെ പോകുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഒരു 8 പോലെ 8ൻ്റെ ആകൃതിയിലേ ഇപ്പം കറങ്ങിപ്പോച്ചു വരുന്നത്. അതായത് വീട്ടിൽ നിന്ന് 14 മൈൽ പാമ്പാടി 14 മൈൽ വഴി വന്ന് പൊൻകുന്നം വന്ന്, പൊൻകുന്നത്ത് നിന്ന് നേരെ ചിറക്കടവ് വഴി എരുമേലി പോയി, ആങ്ങമൂഴി പോയി, മുമ്പേ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കറങ്ങി വീണ്ടും വന്നിട്ട് ഇപ്പം പാല, ഏറ്റുമാനൂർ. ഇപ്പോഴേ നമ്മളിതേ പാല ബൈപ്പാസിൽ കൂടെ വന്ന് ഇപ്പോഴേ ഇറങ്ങി. ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇതുണ്ടോ വഴിയില്ല വെള്ളം കിടക്കും. നമ്മൾ കിടങ്ങൂർ പഴയ വഴി കൂടെ കയറി വന്നേ. കിടങ്ങൂർ അല്ലെങ്കിൽ നമ്മൾ ബൈപ്പാസ് വഴി നേരെ അങ്ങ് പോകല്ലേ ഉള്ളൂ. ഇതായിരുന്നു പഴയ വഴി. അപ്പോൾ നമ്മളങ്ങനെ 4-5 ദിവസത്തെ കറക്കമൊക്കെ കഴിഞ്ഞതേ വീട്ടിലേക്ക് എത്തി. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.